ഇപ്പോ പാർലമെന്റിൽ ഒരു പുതിയ നിയമം അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിക്ക് പകരം ഒരു റാംജിയെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ചിലരൊക്കെ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേവലം പേരിലുള്ളൊരു മാറ്റമായിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട്. സം പീപ്പിൾ ആർ portraying it as a mere change in the name. Yes, the actual change is in its content. It has been diluted, completely destroyed. The demand driven scheme has been completely destroyed. അതാണ് നമ്മളിപ്പോ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിൽ 22 ലക്ഷം കുടുംബങ്ങളെ അവരുടെ ഉപജീവനത്തെ അത് ബാധിക്കുകയാണ്. ഈ 22 ലക്ഷം പേരിൽ 90% സ്ത്രീകളാണ്. അപ്പോൾ പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള, അവരുടെ ഉപജീവനത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. പേരിലുള്ള ഒരു മാറ്റമല്ല എന്ന് നമ്മൾ കാണണം. മാത്രമല്ല, വലിയൊരു പോരാട്ടത്തിലൂടെ എർണ റോയിയെ പോലുള്ള ആളുകൾ നടത്തിയ വലിയ പോരാട്ടത്തിലൂടെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ അധികാരത്തിലിരുന്ന ഒന്നാം UPA ഗവൺമെന്റിന്റെ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഈ തൊഴിലുറപ്പ് നിയമവും വിവരാവകാശ നിയമവും പിന്നീട് ഭക്ഷ്യസുരക്ഷാ നിയമവും എല്ലാം. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലൊക്കെ പിന്നീട് വെള്ളം ചേർത്തു എന്നുള്ളത് ശരിയാണ്. 67% മാത്രമായിട്ടത് പരിമിതപ്പെടുത്തി. പക്ഷെ ഒന്നാം UPA ഗവൺമെന്റാണ് ഈ അവകാശാധിഷ്ഠിതമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് കാരണമായി തീർന്നത്. അതിന്റെ കാരണം ഇടതുപക്ഷം അതിന് പിന്തുണ കൊടുത്തിരുന്നു എന്നതുകൂടിയാണ്. പക്ഷെ ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള നീക്കങ്ങൾ അന്ന് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ മാത്രം തുടങ്ങിയിട്ടുള്ളതല്ല. അലൊക്കേഷൻ വെട്ടിക്കുറച്ചുകൊണ്ട്, അതുപോലെ സംസ്ഥാനങ്ങൾ ഇതിന്റെ ചെലവ് വഹിക്കണം എന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചുകൊണ്ടൊക്കെ ഇത് അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്, ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് UPA 2 കാലം മുതൽ തന്നെ ഈ ഡൈലൂഷൻ ആരംഭിച്ചത് എന്ന്. യെസ്റ്റർഡേ ഇന്ത്യൻ എക്സ്പ്രസ് had reported that this dilution had started from the period of UPA 2 government. Chidambaram drastically reduced allocation from 40,000 crore to 33,000 crore. Chidambaram was the advocate of this theory that this should be 60-40. ഈ റേഷ്യോ 60-40 ആക്കണം എന്ന തിയറിയുടെ തുടക്കക്കാരനാണ് യഥാർത്ഥത്തിൽ പി ചിദംബരം. അന്ന് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആയിരുന്ന രഘുവംശ് പ്രസാദ് സിംഗ്, അദ്ദേഹം അതിനെ എതിർത്തത് കൊണ്ടാണ് അത് ഈ 2 കാര്യങ്ങളും നടപ്പാവാതെ പോയത്. അതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷം വന്ന് പിന്തുണയ്ക്കുന്നില്ല. പുറത്തുനിന്ന് ഇടതുപക്ഷം എതിർത്തു, ഗവൺമെന്റിൽ രഘുവംശ് പ്രസാദ് സിംഗും അതിനെ എതിർത്തു. ഇവിടെ ഞാൻ കൂടുതൽ റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിലേക്ക് പോവാത്തത് ഡോക്ടർ ഐസക് അതിനെ കുറിച്ച് പറഞ്ഞു എന്നതാണ്. എങ്ങനെയാണ് അതിപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, PM കേഴ്സിനെയൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു പരിധിക്ക് പുറത്താക്കിയത് എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഏറെക്കാലത്തെ പോരാട്ടങ്ങൾ കൊണ്ട് നാം നേടിയ നേട്ടങ്ങൾ, അവകാശങ്ങൾ ഇപ്പൊ ഇല്ലാതാക്കുന്ന ഒരു പ്രതിവിപ്ലവ പ്രക്രിയയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കാർഷിക നിയമങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് ഉയർന്നു വന്നതുപോലുള്ള ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രശ്നങ്ങളാണ് ഇത് രണ്ടും. വിവരാവകാശ നിയമവും അതെ, ഈ തൊഴിലുറപ്പ് നിയമവും അതെ. പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം തന്നെ ഗവൺമെന്റ് നടത്തിയിരിക്കണം.